എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ എളുപ്പത്തിൽ കഴിച്ചു തീർക്കാൻ പറ്റിയ നല്ലൊരു മാങ്ങാച്ചാറാണ്. ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ഇല്ലാത്ത സമയത്ത് ഇതുപോലൊരു മാങ്ങാച്ചാർ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ തന്നെ ചോറുണ്ടാവുന്നതാണ്. ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ കഴിച്ചു തീർക്കാൻ പറ്റിയ ഈ ഒരു അച്ചാറ് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലുമാണ് തയ്യാറാക്കി എടുക്കുന്നതും. ഈ ഒരു അച്ചാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്കാണ് ഈ അച്ചാർ ഉണ്ടാക്കി സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിന് പകരമായിട്ട് വിനാഗിരിയിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തും നിങ്ങൾക്ക് ഈ അച്ചാർ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ചെയ്യുവാണെങ്കിൽ വളരെ കാലത്തോളം നമുക്ക് ഈ അച്ചാർ സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നല്ലൊരു മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ പോകാം. ഇനി നമുക്ക് മാങ്ങാച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ച് വെച്ചിട്ടുള്ള 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അച്ചാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഒരുപാട് കാലത്തേക്കൊന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ കഴിച്ചു തീർക്കാനും പറ്റുന്ന അച്ചാറാണ്. ഇനി നമുക്ക് ഈ മാങ്ങയെ ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലൊരു അച്ചാർ തയ്യാറാക്കാനും വേണ്ടിയിട്ട് അധികം പുളിപ്പില്ലാത്ത മാങ്ങയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മാങ്ങ കട്ട് ചെയ്തെടുക്കുമ്പോൾ തൊലിക്ക് കയ്പുണ്ടെങ്കിൽ തൊലി കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. നമ്മുടെ മാങ്ങയ്ക്ക് തൊലിക്ക് കയ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തൊലിയോടുകൂടി തന്നെയാണ് ഞാനിവിടെ മാങ്ങ കട്ട് ചെയ്തെടുക്കുന്നതും. ഈ ഒരു രീതിയിൽ മാങ്ങ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അച്ചാറിനായിട്ടൊന്ന് പൊടിയായിട്ട് വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടും. മാങ്ങ വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്കൊരു ചോപ്പറിലോ അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിലോ വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എല്ലാ മാങ്ങയും പൊടിയായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മാങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയിലേക്ക് ഒരു മാരിനേഷനും കൂടി ഉണ്ട്. ആദ്യമേ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നിങ്ങളുടെ കൈവശം കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കണം. മാങ്ങ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പുറത്തു പോകും എന്ന് തോന്നിയപ്പോൾ ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഈ മാങ്ങ കഷ്ണങ്ങൾ ഒന്ന് മാറ്റുവാണ്. മാങ്ങ കഷ്ണങ്ങൾ ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിലെ കായപ്പൊടി കൂടെ ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കണം. മാങ്ങ കഷ്ണങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മൂടി മാറ്റി വെക്കാം. ഇനി മാങ്ങ ഒന്ന് മൂടി മാറ്റി വെച്ചതിന് ശേഷം മറ്റുള്ള ചേരുവകൾ കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലെ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകിപ്പോൾ നല്ല പോലെ തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഒരു 15 അല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ചേർക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി കൂടെ ചേർക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ എരിവെള്ളം മുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കണം പൊടികൾ ചേർക്കേണ്ടത്. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ പൊടികൾ നല്ലതുപോലെ ഒന്ന് ചട്ടിയുടെ ചൂടിൽ തന്നെ ഒന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളിലേക്കാണ് പൊടികൾ ചേർക്കേണ്ടത്. പൊടികൾ നമുക്ക് മാങ്ങയിലേക്ക് ചേർക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തവി ഉപയോഗിച്ച് മാങ്ങയും ഈ ഒരു പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാങ്ങയിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം യോജിച്ച് കിട്ടണം. അതുവരെയാണ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ മാങ്ങയിലേക്ക് മസാല മുഴുവനും തന്നെ ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ അളവില് കായപ്പൊടി കൂടെ ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവില് വറുത്തു പൊടിച്ച ഉലുവപ്പൊടിയും. ഇത്രയും പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൈവശം കായപ്പൊടി ഇല്ലെങ്കിൽ കായക്കട്ട ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്കാണ് ഈ ഒരു തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയൂണിന് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലൊരു മാങ്ങ അച്ചാർ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. വളരെ രുചികരമാണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിലേറെ എളുപ്പവുമാണ്. വിനാഗിരി ഒരു തരി പോലും ചേരാത്തത് കൊണ്ടിട്ട്
ഇഷ്ടപ്പെട്ട് അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് ഒരു പേടിയും കൂടാതെ കഴിക്കാൻ പറ്റുന്നതുമാണ്. ഈ ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് നമുക്കധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ് ആവശ്യമായിട്ടുള്ളതും. ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ കഴിച്ചു തീർക്കാൻ പറ്റിയ ഈ ഒരു അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയിലോട്ടോ കൂട്ടുകാരെ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.